പരമാത്മാ ജ്യോതി ധർമ്മ സന്ദേശയാത്രയ്ക്ക് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകി. സനാതന ധർമ്മത്തിന്റെ മറന്നുപോയ ഉറവിടം എന്താണ് എന്ന് ഭക്തർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ 2025 നവംബർ 16 ആലപ്പുഴ ബ്രഹ്മകുമാരിയിൽ നിന്നും ആരംഭിച്ച പരമാത്മാ സന്ദേശയാത്ര BK അരവിന്ദാക്ഷന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 8 വിള്ളൂർക്കുന്ന മഹാദേവ ക്ഷേത്ര അങ്കണത്തിൽ എത്തിയപ്പോൾ BK മല്ലിക സ്വീകരിച്ചു. ക്ഷേത്രം മേൽശാന്തി യദുകൃഷ്ണൻ ശിവലിംഗത്തിൽ പുഷ്പഹാരം ചാർത്തി. BK അരവിന്ദാക്ഷൻ പ്രഭാഷണം നടത്തി. തുടർന്ന് തൃക്ക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ആനിക്കാട് തിരുവുംപ്ലാവ് മഹാദേവ ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചു. ഓം ശാന്തി. 2025 നവംബർ 16 ആലപ്പുഴ ബ്രഹ്മകുമാരിസിൽ നിന്നും ആരംഭിച്ച പരമാത്മാ ധർമ്മ സന്ദേശ യാത്രയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ യാത്രയുടെ ലക്ഷ്യം സനാതന ധർമ്മത്തിന്റെ മറഞ്ഞുപോയ ഉറവിടം എന്താണ് എന്ന് ഭക്തജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ്. ഈ ഉറവിടം മനസ്സിലാക്കി തരാൻ മനുഷ്യ സൃഷ്ടിവൃക്ഷത്തിന്റെ ബീജമായ സർവജ്ഞനായ ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഭഗവത്ഗീതയിൽ ഭഗവാന്റെ ഒരു വാഗ്ദാനമുണ്ട്. എപ്പോഴാണോ ധർമ്മത്തിന് അതിഗ്ലാനി സംഭവിക്കുന്നത്, അപ്പോൾ അധർമ്മം നശിപ്പിക്കാനും ഭാരതഭൂമിയിൽ ആദിയിലുണ്ടായിരുന്ന ദേവീ ദേവതാ ധർമ്മം, അതായത് നാരായണ ധർമ്മം പുനഃസ്ഥാപിക്കാനും ഞാൻ വരും. ആ വന്നത് യഥാർത്ഥത്തിൽ ആദിഗുരുവായ ജഗത്പിതാവായ പരമാത്മാവാണ്. അമ്മയുടെ ഗർഭത്തിൽ പറക്കാത്തവനാണെന്ന് വ്യാസമഹർഷി എടുത്തെടുത്ത് പറയുന്നുണ്ട്. അജോബിസൻ ഔവ്വയാത്മാ ഭൂതാനാം ഈശ്വരോബിസൻ. അമ്മയുടെ ഗർഭത്തിൽ പറക്കാത്ത ലോകമഹേശ്വരൻ. 33 കോടി ദേവതകളെ നമ്മൾ ദേവരൂപത്തിൽ, മനുഷ്യരൂപത്തിൽ തന്നെ പൂജിക്കുമ്പോൾ നമ്മൾ ദേവാദിദേവനായ ആ അമ്മയുടെ ഗർഭത്തിൽ പറക്കാത്ത നമ്മളെല്ലാ ആത്മജ്യോതികളുടെയും ജ്യോതിയായ പരമാത്മാവിനെയാണ് പ്രകാശത്തിന്റെ ആ അടയാളമായി ജ്യോതിർലിംഗം, ശിവജ്യോതിർലിംഗത്തിൽ നമ്മൾ പൂജിക്കുന്നത്. ഈ മഹത്വം, ഈ തത്വം മനസ്സിലാക്കി ഈ ഒരു സമയം ഗീതയിൽ ഭഗവാൻ പറയുന്ന സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ. നീ ആത്മാവാണ്, നീ ദേഹമല്ല, ദേഹം നിന്റെയാണ്, ഈ മരിക്കാത്ത ആത്മാവാണെന്നുള്ള ബോധത്തിൽ അമരനാഥനായ എന്നെ നിരന്തരം ഓർമ്മിക്കുമ്പോൾ നിന്റെ ആത്മാവ് ശുദ്ധമാകും, നിനക്ക് മുക്തിയിലേക്കും ജീവൻ മുക്തിയിലേക്കും പോകാൻ സാധിക്കും. ഈ കാലഘട്ടത്തിന്റെ സന്ദേശം ഭക്തജനങ്ങളിലും സർവരിലും എത്തിക്കുന്നതിന് വേണ്ടിയാണ് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം 148 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നത്, ഈ യാത്രയിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്.